days of Elijah, declaring the word of the Lord. And these are the days of your servant Moses, righteousness being restored. Though these are the days of great trial, of famine and darkness and woe, still we are the voice in the desert, crying, preparing the way of the Lord. Behold, he is come, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of Jubilee, and out of Zion's hill salvation's come. Behold, he is come, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of Jubilee, and out of Zion hill salvation's come. These are the days of Ezekiel, the dry bones becoming as flesh. And these are the days of your servant David, rebuilding a temple of praise. And these are the days of the harvest, the fields are wide in the world, and we are the laborers in your vineyard, declaring the word of the Lord. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of Jubilee, and out of Zion's hill salvation's come. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of Jubilee, and out of Zion's hill salvation's come. There's no God like Jehovah, 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 there's no God. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of Jubilee, and out of Zion hill salvation's come. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of Jubilee, and out of Zion hill salvation's come. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of Jubilee, and out of Zion's hill salvation's come. Behold, he comes, riding on the clouds, shining like the sun. At the trumpet's call, lift your voice. It's year of Jubilee, and out of Zion's hill salvation's come. And out of Zion's hill salvation's come. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടാൻ അവൻ തിരുമനസ്സായി. അവൻ്റെ വലിയ കൃപ കൊണ്ട് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുക അവൻ്റെ സന്നിധിയിൽ. നമ്മൾ ആത്മാവിൽ ഒരേ മനസ്സോടുകൂടി സഭയായിട്ട് വീണ്ടും സമ്മേളിച്ചിരിക്കുക. അവനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂട്ടിയതിനായിട്ട് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, അത് നമ്മുടെ നാശത്തിനുള്ളതല്ല. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൻ്റെ വലിയ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ, പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമെല്ലാം നമുക്ക് അവൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, അവനെ ഉറ്റുനോക്കിക്കൊണ്ട്, അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ ഇതുവരെ കർത്താവ് അവൻ്റെ വലിയ കൃപയാൽ നമുക്കതിനെല്ലാം അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് നീങ്ങാൻ അവൻ
നമുക്ക് കൃപ നൽകി. ഹല്ലേലൂയ. അവൻ്റെ കൃപയാൽ നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നതിനായിട്ട് നമുക്ക് അവന് നന്ദി പറയാം. കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും നിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, നിന്നെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താൻ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവെ, എല്ലാവരും ഒരു മനസ്സിൽ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി നിന്റെ നാമത്തെ ഉയർത്താൻ എല്ലാവരുടെയും ഹൃദയങ്ങളെ നീ തൊടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുക. കർത്താവെ, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, ഇത് കാണുന്നവരും, ഇത് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും കർത്താവെ, നിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും നിൻ്റെ വലിയ അനുഗ്രഹങ്ങളും അനുഭവിച്ചറിയാൻ തക്കവണ്ണം നിൻ്റെ വലിയ കൃപ ചൊരിയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, എല്ലാ സഹോദരങ്ങളെയും നിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുക. ഏറ്റെടുക്കുന്നവനായ കർത്താവെ, നിനക്ക് സ്തോത്രം ചെയ്യുക. കർത്താവെ, ഞങ്ങളെല്ലാവരും വിവിധ ഇടങ്ങളിലായിരിക്കുമ്പോഴും കർത്താവെ, ഞങ്ങളായിരിക്കുന്നിടത്തെല്ലാം സദാ നീ ഞങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിനായിട്ട്, ഞങ്ങളെ നിൻ്റെ കാവൽ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി നിൻ്റെ സംരക്ഷണം കൊണ്ട് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, നിന്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട്, നിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നീ വലിയ കൃപ ചൊരിയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്ന ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും നിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, ഗാനങ്ങൾ ആലപിക്കുമ്പോഴും നിന്നെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോഴും എല്ലാം കർത്താവെ, എല്ലാവരും ഒരു മനസ്സിൽ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവദാസൻ്റെ ആ വിളിയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും ആയിരിക്കാൻ നിൻ്റെ വലിയ കൃപ ചൊരിയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ജോസ്റ്റാനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവനെ നീ സംരക്ഷിച്ച് ഉയർത്തി നിർത്തുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുക. കർത്താവെ, അവനെ കുടുംബമായിട്ട് നിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. നീ അനുഗ്രഹിച്ച് നിൻ്റെ സംരക്ഷണവും കരുതലും എപ്പോഴും ഉള്ളതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ചക്കോച്ചൻ പാസ്റ്ററേയും രാജേഷ് പാസ്റ്ററേയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം സഭകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം ആത്മീയ ഭൗതിക ജീവിതങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എപ്പോഴും നിൻ്റെ സംരക്ഷണവും കരുതലും എല്ലാം ഉള്ളതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിനക്ക് ആവശ്യമുള്ളതുപോലെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റെടുക്കുന്നവനായ കർത്താവെ, നിനക്ക് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരത്തിലേക്ക് കുടുംബമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരുടെയും ആവശ്യങ്ങളിലേക്ക്, അവരുടെ പ്രാർത്ഥനകളിലേക്ക് എല്ലാം നിൻ്റെ വലിയ സാന്നിധ്യം നിറയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ, ആ വചനങ്ങൾ ഹൃദയത്തിൽ പൊട്ടിമുളയ്ക്കാൻ, കർത്താവെ, അത് വളരാൻ, അത് 100ഉം 60 മേനി ഫലം പുറപ്പെടുവിക്കാൻ നിൻ്റെ വലിയ കൃപ ചൊരിയുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, എല്ലാവരുടെയും ഹൃദയങ്ങളെ നീ തൊടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, നമുക്കെല്ലാവർക്കും അവൻ്റെ നാമത്തെ ഉയർത്തി ഗാനങ്ങൾ ആലപിച്ച് അവനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് സന്തോഷത്തോടെ അവനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആമേൻ. Hallelujah, glory, 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 glory. We worship you, Jesus. We praise you, Lord. Hallelujah, hallelujah, hallelujah. Glory, hallelujah, hallelujah. We worship you, Lord, hallelujah. യേശുവേ ആരാധന കർത്താവിനോട്. Hallelujah, 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 hallelujah. യേശുവേ ആരാധന കർത്താവിനോട്. Hallelujah, 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 hallelujah. യേശുവേ ആരാധന. Hallelujah, hallelujah, hallelujah. സ്തുതിയോടെ സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ ആരാധന. Hallelujah, glory, 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 glory. Thank you, Lord, thank you, Lord, thank you, Lord. Thank you, Jesus, thank you, Jesus. God of the fathers, we proclaim your name. Show the way to your chosen people. Rock defender, we trust only in you. In the name of Yeshua. God of the fathers, we proclaim your name. Comforter, giver of joy, we find peace from our troubles in you. In the name of Yeshua.
precious name of our Savior, we will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua. God of the fathers, we proclaim your name. You who sees our needs, who keeps your promise. You are God our shepherd, we lack nothing. In the name of Yeshua. God of our fathers, we proclaim your name. There is no other name by which we say joy and liberty are given His name. In the name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel.
precious name of Savior, we will give Him glory. We will lift up the holy name of we will lift up the precious name of Savior, we will give Him glory. We will lift up the holy name of Oh, hallelujah, glory, glory. Oh, thank you, Lord, thank you, Jesus. Oh, Reshadandare Kalabaraba, Urabashadara Kalabaraba, Ora Shalaraba Shadaraba, Ora Kashadalaba Rabaraba, Ora Kashadala. Hallelujah. Oh, thank you, Jesus. Thank you, Jesus. Oh, thank you, Jesus. Oh, thank you, Jesus. Oh, thank you, Jesus. Oh, Jesus, love you, Lord. Oh, love you, Lord. Hallelujah. Oh, Reshakaraba. You're my Father. Oh, Lord, my God. Hallelujah. Rashararaba. Oh, Rekala Reshare. Oh, Rekashadala. We worship you, Lord. Oh, you're the Holy Ghost power, Lord. We thank you, Lord. Oh, we lift up your holy name, Lord Jesus. Hallelujah. Oh, there's none like you, Lord. Glory, Lord. Hallelujah. Oh, there is none like you, Lord Jesus. Hallelujah, Lord. Oh, you're the Prince of Peace. Hallelujah. Oh, you're the Lion of Judah. Hallelujah. Oh, we worship you, Lord. Hallelujah. Oh, you're the mighty deliverer, Lord. We praise you, Father. Oh, you're the everlasting God, Lord. You're holy God. Oh, Jesus, we worship you, Lord. Oh, we praise you, Father. Oh, we praise you, Father. Oh, we praise you, Jesus. We praise you, Holy God. Oh, we thank you, Lord. We thank you, Lord. We thank you, Lord. Hallelujah. Jesus, thank you, Jesus. Thank you, Jesus. Oh, glory, glory. Hallelujah, hallelujah, hallelujah. Praise you, We worship you, Jesus. Lord. Hallelujah. Yeshua, Aradhana. With the holy presence, Lord. Hallelujah, 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 hallelujah. We praise you, നന്ദിയോടെ Father. We praise you, സ്തുതിക്കുന്നു Father. സ്തോത്രം Hallelujah, യേശുവേ Lord. We ആരാധന thank you, Lord. Hallelujah. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം യേശുവേ ആരാധന Glory to God. Thank you, Jesus. Hallelujah. We worship you, Jesus. We praise you. Hallelujah. എന്റെ സങ്കേതം നീ എന്റെ കോട്ട
യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവ്വവുമാ അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവ്വവുമാ അടിയനിതാ അടിയനിതാ യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ അടിയനിതാ യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ യേശുവേ അടിയനിതാ നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസം നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം Hallelujah. നീ എൻ്റെ പാലകനും Amen. നീ എൻ്റെ ആശ്വാസവും Hallelujah, Lord. നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം
അവിടുത്തെ സ്വരം കേൾക്കുവാൻ കർത്താവേ ഞങ്ങളെ ഇടയാക്കണമേ അപ്പാ. ഓ യേശുവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. Thank you Lord. Amen. യേശുവേ Oh Jesus. Hallelujah Lord. യേശുവേ Oh praise you Father. യേശുവേ ഹല്ലേലൂയ. ആരാധന എന്ന് പറയുമ്പോൾ ആരാധനയുടെ അർത്ഥം യേശുവിനെ ചുംബിക്കുക എന്നാണ്. അപ്പം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തെ ചുംബിക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടും. പൂർണ്ണ ഹൃദയത്തോടെ വചനത്തിൽ പറയുന്നു, കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ വരുവാണെങ്കിൽ കർത്താവ് നമ്മുടെ അടുത്തോട്ടും വരും. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ കർത്താവ് 10 സ്റ്റെപ്പ് വെക്കും. വേറൊരു ഭാഗത്ത് പറയുന്നു, കർത്താവിൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നു, കർത്താവിൻ്റെ അടുക്കൽ വന്നവരെ കർത്താവ് കൈകൊടുത്തില്ല. ആ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ആരാധനയാൽ കടന്നില്ല. യേശുവേ ആരാധിക്കുന്നു കർത്താവേ. ഓ നന്ദിയോടെ സ്തുതിക്കുന്നു. Thank you Jesus. Worship you Lord. Hallelujah. Worship you Father. Mighty name of Jesus. Hallelujah. 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 Oh glory. യേശുവേ ആരാധന. Hallelujah. 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 Oh glory. Glory. Oh rashaka rashaka. എന്നെ ശുദ്ധീകരിക്കും രക്തം, നിത്യജീവൻ നൽകുന്ന രക്തം. എന്നെ ശുദ്ധീകരിക്കും രക്തം, നിത്യജീവൻ നൽകുന്ന രക്തം. എൻ പാപത്തിൻ ശാപം നീക്കാം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. എൻ പാപത്തിൻ ശാപം നീക്കാം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം.
കഴുകുന്നു. ഹിമം പോൽ കഴുകിയിടുന്നു രക്തത്താൽ എന്നേശു. ദൈവപ്രസാദയാഗം എന്നേശു. ദൈവപ്രസാദയാഗം എന്നെ ശുദ്ധീകരിക്കും രക്തം. മുന്നിൽ പാത തുറക്കും രക്തം. എന്നെ ശുദ്ധീകരിക്കും രക്തം. മുന്നിൽ പാത തുറക്കും രക്തം. മഹാജയത്തിൻ ഘോഷം നൽകാം. ദാനമായി തന്ന രക്തം. മഹാജയത്തിൻ ഘോഷം നൽകാം. ദാനമായി തന്ന രക്തം നൽകുന്നു. സാക്ഷ്യത്തിൻ ശക്തിയെന്നും കൃപയാ എന്നേശു. ദൈവപ്രസാദയാഗം എന്നേശു. ദൈവപ്രസാദയാഗം സർവപാപം ക്ഷമിക്കും രക്തം. എന്നെ പാവനനാക്കിയിടുന്നു. സർവപാപം ക്ഷമിക്കും രക്തം. എന്നെ പാവനനാക്കിയിടുന്നു. മരക്രൂശിന്മേലെൻ പേർക്കിതാ ദൈവകുഞ്ഞാടിൻ രക്തം. മരക്രൂശിന്മേലെൻ പേർക്കിതാ ദൈവകുഞ്ഞാടിൻ രക്തം. എന്നെന്നും ശത്രുവിന്മേൽ ജയമേകിടും നിശ്ചയം എന്നേശു. ദൈവപ്രസാദയാഗം എന്നേശു. ദൈവപ്രസാദയാഗം. It's your blood that cleanses me. It's your blood that gives me life. It's your blood that paid thy price in redeeming sacrifice. Washes me whiter than the snow, than the snow. My Jesus, God's precious sacrifice. My Jesus, God's precious sacrifice. It's your love that sets me free. It's your love that gives me hope.
your love that took my place in redeeming sacrifice washes me whiter than the snow, My Jesus, God's precious sacrifice. My Jesus, God's precious sacrifice. എന്നെ ശുദ്ധീകരിക്കും രക്തം, നിത്യജീവൻ നൽകുന്ന രക്തം. എന്നെ ശുദ്ധീകരിക്കും രക്തം, നിത്യജീവൻ നൽകുന്ന രക്തം. എൻ പാപത്തിൻ ശാപം നീക്കാം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. എൻ പാപത്തിൻ ശാപം നീക്കാം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. കഴുകുന്നു ഹീമമ്പോൾ കഴുകിടുന്നു രക്തത്താൽ എന്നേശു ദൈവപ്രസാദയാഗം. എന്നേശു ദൈവപ്രസാദയാഗം. എന്നേശു ദൈവപ്രസാദയാഗം. എന്നേശു ദൈവപ്രസാദയാഗം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നതിന് കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ഊന്നി പറയുന്നത് ഇപ്പോഴത്തെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അവസാന കാലത്തിൻ്റെ എല്ലാ അടയാളങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഏത് നിമിഷവും വാനമേഘങ്ങളിൽ വരാൻ സാധിക്കുമായിരിക്കും. നമ്മളോട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരോട് പറഞ്ഞത് എപ്പം വരും എന്ന് പിതാവായ ദൈവത്തിനല്ലാതെ എനിക്കോ മാലാഖമാർക്കോ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്കാർക്കും ഇന്ന ദിവസം ആണെന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും കർത്താവ് ശിഷ്യന്മാർക്ക് ചില അടയാളങ്ങൾ കൊടുത്തു. ആ അടയാളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുങ്ങിയിരിക്കുവാൻ, യേശു എപ്പം വന്നാലും പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിനു വേണ്ടി ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കേട്ടത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു ഏതാണ് യഥാർത്ഥമായ സഭ, ആരാണ് സഭ, ഇതൊക്കെ കേട്ടു. ഈ യഥാർത്ഥ സഭ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കറിയാം 1000 10,000 കണക്കിന് ഉള്ള സഭകളുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു സഭയ്ക്ക് ഞങ്ങളുടെ സഭയാണ് യഥാർത്ഥ സഭയെന്ന് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വചനപ്രകാരമുള്ള സഭ ഏതാണെന്ന് നമ്മൾ വചനത്തിലൂടെയൊക്കെ കേട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആ സഭ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അപ്പോൾ ആ ഒരു ജനത്തിന് പ്രത്യേകമായ സംരക്ഷണമുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഫോർ ഗോഡ്സ് പീപ്പിൾ.
എല്ലാവർക്കും ഈ പ്രൊട്ടക്ഷൻ ഇല്ല. ലോകത്തിൽ കോടാനുകോടി ജനങ്ങൾ കാണും, എല്ലാവർക്കും ഈ പ്രൊട്ടക്ഷൻ ഇല്ല. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ പ്രൊട്ടക്ഷനും എല്ലാം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനം. ആ സ്വന്തം ജനമാണ് യഥാർത്ഥമായ സഭ. മനുഷ്യനാൽ നിർമ്മിതമായ സഭകളുണ്ട്, പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വചനവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത സഭകളുണ്ട്. ഇതൊക്കെ സഭകളാണ് അവരവർ അവകാശപ്പെടുമെങ്കിലും വചനപ്രകാരം യേശുവിൻ്റെ സഭ ദൈവത്തിൻ്റെ സ്വന്തം പ്രിയപ്പെട്ട ജനമാണ്. ആ ജനത്തിന് പ്രത്യേകമായ പ്രൊട്ടക്ഷനുണ്ട്. നമുക്കതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും വചനങ്ങളൊന്ന് വായിക്കാം. സങ്കീർത്തനം 91:14 ഒന്ന് വായിക്കാം. 14ഉം 15ഉം. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ എന്നെ സ്നേഹിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം നൽകും. കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ആമേൻ. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൻ്റെ 91 സങ്കീർത്തനം 9 തൊട്ട് 12 വരെ വായിക്കാം. അത്യുന്നതനെ, തൻ്റെ ശരണമായ യഹോവയെ തന്നെ നീ നിൻ്റെ നിവാസമാക്കുമെങ്കിൽ ഒരു ദോഷവും നിനക്കുണ്ടാകുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ പരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് അവർ തങ്ങളുടെ കൈകളിൽ നിന്നെ വഹിക്കും. സിംഹത്തെയും അണലിയെയും നീ ചവിട്ടും, യുവസിംഹങ്ങളെയും മഹാസർപ്പത്തെയും നീ കാൽ കീഴിൽ ചതച്ചു കളയും. ആമേൻ. നമുക്കറിയാം, നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞ കാലം, അന്ന് കർത്താവ് മോശയെ അയച്ച് അവരെ വിടുവിക്കുന്ന ആ കാലത്ത് ഫേറോയുടെ ഹൃദയം കഠിനമായിട്ട് അവരെ വിട്ടുകൊടുക്കാതെ ഓരോ പ്രാവശ്യവും മഹാമാരികൾ അയച്ചപ്പോഴും ഫേറോയുടെ ഹൃദയം കഠിനമായി അവരെ വിട്ടയക്കാഞ്ഞതുകൊണ്ട് അവസാനത്തെ മഹാമാരിയായിരുന്നു ഈജിപ്തിലുള്ള എല്ലാവരുടെയും ആദ്യജാതന്മാരെ വധിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ജനമാണെന്ന് അറിയേണ്ടതിന്, സംഹാരദൂതൻ വരുമ്പോൾ അറിയേണ്ടതിന് ഒരു കുഞ്ഞാടിനെ, നിഷ്കളങ്കിയായ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലുകളിലും ഒക്കെ തെളിക്കണം. ഈ രക്തം കാണുമ്പോൾ അവൻ കടന്നു പോയിക്കോളും. ഇത് ഒരു അടയാളം അല്ലെങ്കിൽ ഒരു നിഴലാണ്. എന്തിൻ്റെ നിഴലാണ്? വരുവാനിരിക്കുന്ന യഥാർത്ഥ കുഞ്ഞാടായ, ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് രക്തം ചിന്തി ഉയർത്തെഴുന്നേറ്റ യേശു. ഇന്ന് ആ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ആരൊക്കെ യേശുക്രിസ്തുവിൽ ബുദ്ധി കൊണ്ടല്ല പൂർണ്ണമായിട്ട് ജീവിതം സമർപ്പിച്ച് വിശ്വസിക്കുമ്പോൾ അവരുടെയൊക്കെ മേലും, അവരുടെ കുടുംബാംഗങ്ങളുടെ മേലും, അവരുടെ ഭവനത്തിൻ്റെ മേലും പരിശുദ്ധമായ യേശുവിൻ്റെ രക്തം തെളിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സംരക്ഷണം ദൈവത്തിൻ്റെ ജനത്തിന് മാത്രമേ ഉള്ളൂ. യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ വചനപ്രകാരം മാത്രം ജീവിക്കുന്ന, യേശു ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, വചനപ്രഘോഷണത്തിലും ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടും പിശാചിനെ പുറത്താക്കിക്കൊണ്ടുമൊക്കെ യേശുവിൻ്റെ രാജ്യത്തിനു വേണ്ടി, യേശുവിൻ്റെ രാജ്യത്തിലെ അംബാസഡറായിട്ട് നടക്കുന്നവരെ, അതാണ് സഭ. ആ സഭയുടെ മേൽ അങ്ങനെയുള്ളവരുടെ വ്യക്തിപരമായിട്ടും കുടുംബത്തിലും എല്ലാ സംരക്ഷണമുണ്ട്. അപ്പോൾ രക്തത്തിൻ്റെ സംരക്ഷണം മാത്രമല്ല, നമ്മൾ വായിച്ച് കേട്ടതനുസരിച്ച് നമുക്ക് ഒരു വചനം കൂടെ വായിക്കാം. സങ്കീർത്തനം 34:7 വാക്യം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തന്മാരുടെ ചുറ്റും
ചുറ്റും പാളയമടിച്ച് ആമേൻ. അവരെ സംരക്ഷിക്കുകയാണ്. അപ്പം മാലാഖമാരുടെ സംരക്ഷണമുണ്ട്, യേശുവിൻ്റെ പരിശുദ്ധമായ രക്തത്തിൻ്റെ സംരക്ഷണമുണ്ട്. നമുക്ക് സങ്കീർത്തനം 61:3 വായിക്കാം. അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം തന്നെ. ആമേൻ. ഒരു വചനം കൂടെ, 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. ദൈവപുത്രൻ അവനെ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ അവനെ തൊടത്തില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം അതുപോലെയുണ്ട്. നമുക്ക് യെശയ്യായുടെ 54:17 കൂടെ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്. ആമേൻ. കർത്താവിൻ്റെ സംരക്ഷണം, നോ വെപ്പൺ, നിനക്കെതിരെ ഒരു ആയുധവും ഫലിക്കത്തില്ല. അതുപോലെയുള്ള സംരക്ഷണമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ദൈവജനത്തിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു സംരക്ഷണമുണ്ട്. മാലാഖമാരുടെ സംരക്ഷണം, പരിശുദ്ധമായ യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണം എല്ലാം ഉണ്ട്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ 2 തരം ആൾക്കാരുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ ജനമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, 2 തരം ആൾക്കാരുണ്ട്. ഒന്നാമത്തെ തരം ദൈവജനം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഗോഡ്സ് ഓൺ പ്രഷ്യസ് പീപ്പിൾ എന്നാണ്. 1 പത്രോസ് 2:9-10. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാകുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനം. ആമേൻ. എനിക്ക് ഇംഗ്ലീഷിലെ ആ വാക്കാണ് ഏറ്റവും ഇഷ്ടം. ഗോഡ്സ് ഓൺ പ്രഷ്യസ് പീപ്പിൾ. പ്രഷ്യസ് എന്ന് പറയുമ്പോൾ എന്താ മലയാളത്തിൽ പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട സംഗതി നമ്മൾ എത്രമാത്രം അത് കാത്ത് സംരക്ഷിക്കും എന്ന് പറഞ്ഞവരാണ്. അതാണ് പ്രഷ്യസ്. അപ്പോൾ അങ്ങനെ ഒരു ജനം യേശുക്രിസ്തുവിനെ മാത്രം നാഥനും കർത്താവും രക്ഷകനും ഉടമസ്ഥനുമായിട്ട് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കാണിക്കണം. ദൈവത്തിനും കാണണം, പിശാചിനും കാണണം, ലോകത്തിലുള്ള മനുഷ്യർക്ക് കാണണം. ഞാൻ ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ആ യേശുവിൻ്റെ അതേ സ്വഭാവവും യേശുവിൻ്റെ അതേ അധികാരവും യേശുവിൻ്റെ അതേ ശക്തിയും യേശു ചെയ്ത അതേ ശുശ്രൂഷയും ചെയ്യുന്നവരായിരിക്കും. അതാണ് ഒരു കൂട്ടം ജനം. രണ്ടാമത്തെ കൂട്ടം ജനം, പീപ്പിൾ ഹൂ ഡു നോട്ട് ബിലോങ് ടു ഗോഡ്, ദൈവത്തിൻ്റെ അല്ലാത്തൊരു ജനം. അത് എടുത്തു പറയുന്നുണ്ട് എഫേസോസിൻ്റെ 2:1-3 വരെ. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. ഒരിക്കൽ നിങ്ങൾ മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ മരണമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരുന്നവരാണ്. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും, ഈ ലോകത്തിന്റെ ഗതി, അതായത് പിശാച ഭരിക്കുന്ന ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അപ്പം അങ്ങനെ ഒരു ജനമുണ്ട്. പിശാചിനെ അനുസരിച്ച് അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞാലും ചെയ്യത്തില്ല. പക്ഷേ യേശുവിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ പിശാച് ഭരിക്കുന്ന ഈ ലോകത്തിലേക്കായതുകൊണ്ട്
അവൻ്റെ പ്രേരണ അനുസരിച്ചാണ് നമ്മൾ നടക്കുക. നീ 1 യോഹന്നാൻ 5:19 വായിക്കാം. 1 യോഹന്നാൻ 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയിലാണെന്നും നാം അറിയുന്നു. അപ്പോൾ ഇത് ഈ ഭാഗം എഴുതിയിരിക്കുന്നത് ദൈവജനത്തോടാ, ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് പറയാണ്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, എന്നാൽ ലോകം മുഴുവനും, അതായത് മറ്റു മനുഷ്യർ പിശാചിൻ്റെ അധീനതയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പുരോഹിതന്മാരും യൂതന്മാരും ഫരിസേയന്മാരും ഒക്കെ യേശു അവരെ വിളിച്ചത് പിശാചിൻ്റെ മക്കളെന്നാണ്. അവരെ നോക്കിയാ പറഞ്ഞത്. അല്ലാതെ നമ്മൾ കാണുന്ന പാപികൾ, നമ്മൾ വിളിക്കുന്ന മദ്യപാനികളോ പുകവലിക്കാരോ കഞ്ചാവ് അടിക്കുന്നവരോ കൊലപാതകികളോ വ്യഭിചാരികളോ അതൊക്കെ പാപമായിരിക്കും. പക്ഷേ ഇത് വിശുദ്ധരായിട്ട് ജീവിക്കുന്നവർ, പുരോഹിതന്മാർ, ഫരിസേയന്മാർ, ദൈവത്തിൻ്റെ വലിയ ആൾക്കാരാണെന്ന് ചിന്തിക്കുന്നവരെ നോക്കി പറഞ്ഞ വചനമാണ് യോഹന്നാൻ 8:44 കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ആമേൻ. അപ്പോൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞു. ഞാൻ എടുത്തു പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന പാപങ്ങൾ മാത്രമുള്ളവരല്ല, വ്യഭിചാരമോ കൊലപാതകമോ ഒന്നും ഉള്ളവർ മാത്രമല്ല, വിശുദ്ധരാണെന്ന് ജീവിക്കുന്നവർ പോലും അവർ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. അവരവരുടെ മതപരമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്, അവരുടേതായ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്, അവരുടെ ആയ സഭ പഠിപ്പിക്കുന്ന നിയമങ്ങളനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ യേശു എന്ന വ്യക്തി അവരുടെ ജീവിതത്തിലില്ല. അവരാരാധിക്കുന്നത് വേറെ പല നാമങ്ങളെ ആയിരിക്കും. ഇതൊക്കെ ദൈവത്തിൻ്റെ ജനമല്ല. അതാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ആരാണ് ഈ കർത്താവിൻ്റെ പ്രഷ്യസ് പീപ്പിൾ? ഹു ആർ ഗോഡ്സ് ഓൺ പ്രഷ്യസ് പീപ്പിൾ? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ചില വചനങ്ങളുണ്ട്. അത് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് ഏതാണ്ട് 24 പ്രാവശ്യം ബൈബിളിൽ കാണാം. യേശു എടുത്തു പറയുകയാണ്. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ പരിചയപ്പെടുന്നത് ഞാൻ ആനത്താനത്തിൽ ചാക്കോച്ചൻ്റെ മകനാണ് എന്നല്ലേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ പറയും നിങ്ങളുടെ വീട്ടുപേരും നിങ്ങളുടെ അപ്പൻ്റെ പേരും പറയുമായിരിക്കും. ഇതുപോലെയാണ് യേശു സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. നമുക്കൊന്ന് കാണാം. ഉൽപ്പത്തി 50:24. യോസേഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കാൻ തുടങ്ങുന്നു, എന്നാൽ ദൈവം നിശ്ചയമായും നിങ്ങളെ സന്ദർശിക്കുകയും നിങ്ങളെ ഈ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. ആമേൻ. നമുക്ക് പുറപ്പാട് 3:15 വായിച്ചേ. പുറപ്പാട് 3:15. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ആമേൻ. ഇത് തന്നെ പുതിയ നിയമത്തിലും കാണാം. അപ്പോസ്തലന്മാർ 7:32 വായിച്ചേ.
നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അതെന്തുകൊണ്ടാണ് ഇത്രയും തറപ്പിച്ച് പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അബ്രാഹവുമായിട്ടും ദൈവത്തിന് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ കവനൻറ്റ്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളവർ, ഞാൻ ഉൾപ്പെടെ, നമ്മളെ വിളിക്കുന്നത് ദ കവനൻറ്റ് പീപ്പിൾ. നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് പറയും കവനൻറ്റ് പീപ്പിൾ എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പലർക്കും അറിയാമോ? നീ അർത്ഥം അറിയാമെങ്കിൽ അതനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ ഈ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് തറപ്പിച്ച് പറയുന്നത് ദൈവം ഇസ്രായേലും ആയിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചിരുന്നു. അവരെ അതുകൊണ്ടാണ്, ആ ഉടമ്പടിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അവരെ കർത്താവിൻ്റെ സ്വന്തം പ്രഷ്യസ് പീപ്പിളായിട്ട് കരുതുന്നത്. ഈ അബ്രാഹവുമായിട്ട് നടത്തിയ ഈ കവനൻ്റ്, ഈ ഉടമ്പടി, അതിന് ഒരു ഉദ്ദേശമുണ്ട്. അബ്രാഹത്തോടുള്ള ആ ഉടമ്പടിയിൽ കർത്താവായ ദൈവം മൂന്ന് ജനറേഷൻസിനോട്, 3 തലമുറകളോട് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറയുന്നുണ്ട്. ഈ 3 തലമുറയിലുള്ളവരോടും കർത്താവ് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഉടമ്പടി പ്രകാരം. എന്താണ് വാഗ്ദാനം? അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം കാണും, ഒരുപാട് മക്കൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ. ഇതൊക്കെ അബ്രാഹത്തിനെ ദൈവം പുറത്തേക്ക് വിളിച്ചു. എവിടെ നിന്നാണ് പുറത്തേക്ക് വിളിച്ചത്? കാനാൻ ദേശത്ത്. അബ്രാഹാം ഒരു വിഗ്രഹാരാധകനായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ കർത്താവ് വിളിച്ചപ്പോൾ തൻ്റെ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച്, തൻ്റെ പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച്, തൻ്റെ കുടുംബത്തെല്ലാം ഉപേക്ഷിച്ച് ദൈവം വിളിച്ച വിളിയിലേക്ക് പോയി. നമുക്ക് ഉൽപ്പത്തി 12, 1 തൊട്ട് 3 വരെ വായിക്കാം. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും നിന്റെ ജനങ്ങളെയും നിന്റെ പിതൃഭവനക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ നാമത്തെ ഞാൻ ശ്രേഷ്ഠമാക്കും. നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ അബ്രാഹത്തിന് കൊടുത്ത ആ വാഗ്ദാനമാണ് നമുക്കുള്ളത്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. നമ്മളെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും, നമ്മളെ ശപിക്കുന്നവരെ ദൈവം ശപിക്കുകയും ചെയ്യും. പുതിയ നിയമത്തിലായാലും ഈ ഒരു വാഗ്ദാനം, ഈ ഒരു ഉടമ്പടി അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിനോടും ആവർത്തിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 21:12. ദൈവം അബ്രാമിനോട് പറഞ്ഞു, ബാലനെയും ദാസിയെയും സംബന്ധിച്ച് വ്യാകുലപ്പെടരുത്. സാറ നിന്നോട് പറയുന്നതെന്തും ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഇസഹാക്കിലൂടെ അത്രേ നിന്റെ സാക്ഷാൽ സന്തതികൾ അറിയപ്പെടാൻ പോകുന്നത്. ആമേൻ. അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ 26 അധ്യായം 3-4 വചനങ്ങൾ. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും.
നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശങ്ങൾ എല്ലാം ഞാൻ തരും. നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അബ്രഹാത്തിന് കൊടുത്ത അതേ വാഗ്ദാനം കർത്താവ് പിന്നെ ആവർത്തിച്ച് പറയുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അനേകം അനേകം മക്കള്, ഫ്യൂച്ചർ ജനറേഷൻസ് നിനക്കുണ്ടായിരിക്കും. ആകാശത്തിൽ നക്ഷത്രങ്ങൾ എണ്ണി നോക്കുക, എണ്ണാൻ പറ്റുമോ? അതുപോലെ ആയിരിക്കും നിൻ്റെ സന്തതി പരമ്പര. ഇത് അബ്രഹാത്തിന് കൊടുത്തത് അടുത്ത തലമുറയായ ഇസഹാക്കിന് കൊടുക്കുന്നു. ഇനി ഇസഹാക്കിൻ്റെ മകനായിട്ട് വരുന്ന യാക്കോബിന് കൊടുക്കുന്ന എന്താണ് നമുക്ക് നോക്കാം. ഉൽപ്പത്തി 28:14-15. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവയായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ആമേൻ. 3 തലമുറയോട് പറഞ്ഞ കാര്യമാണ്. അബ്രഹാത്തിനോട് പറഞ്ഞു, ഇസഹാക്കിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്ന നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവം എടുത്തെടുത്ത് തൻ്റെ അഡ്രസ്സ് എന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, ദൈവത്തിൻ്റെ അഡ്രസ്സായിട്ട് പറയുന്നതാണ് ദ ഗോഡ് ഓഫ് ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. അപ്പം ഇത് പറയാൻ കാര്യം, ഈജിപ്തിൽ അനേകം വിഗ്രഹങ്ങളുണ്ട്, ആരാധനയുണ്ട്. അനേകം ദൈവങ്ങളുടെ മധ്യത്തിൽ ഇതാ സാക്ഷാൽ യഥാർത്ഥ ദൈവം പറയുകയാണ്, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അത് തന്നെയല്ല രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത്, ഇങ്ങനെ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം ഇവരുടെ സന്തതി പരമ്പരകളെല്ലാം അനുഗ്രഹിക്കുമെന്നും അനേകം ലാൻഡ് സ്ഥലം കൊടുക്കുമെന്നും ഒരു വാഗ്ദാനം കൊടുക്കുന്നത് ഒരു ഉടമ്പടിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രകാരം കിട്ടുന്ന സ്ഥലം ഇസ്രായേൽ ജനത്തിന് ഒരു ഓർമ്മയാണ്. എന്തോർമ്മ? വരുവാനിരിക്കുന്ന തലമുറയെല്ലാം ഓർക്കണം, ഇത് ദൈവം അബ്രാഹത്തിന് കൊടുത്ത ഒരു ഉറപ്പാണ്, ഒരു ഉടമ്പടി പ്രകാരമുള്ളതാണ്. ഇത് പത്രോസ് യഹൂദന്മാരുടെ ടെമ്പിൾ പ്രസംഗിക്കുമ്പം ഇതെടുത്തു പറയുന്നുണ്ട്. അവർ അബ്രാഹത്തിൻ്റെതും ഇസഹാക്കിൻ്റെതും യാക്കോബിൻ്റെയും ദൈവത്തിൻ്റെയാണെന്ന്. അത് വായിക്കാനായിട്ട് പോകുന്നില്ല. അപ്പസ്തോലന്മാർ 3-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ കാണാം. അപ്പസ്തോലന്മാർ 3-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ. അടുത്തത് പത്രോസും യോഹന്നാനും കൂടെ ആരാധനയ്ക്കായിട്ട് പോകുമ്പം ആ ആലയത്തിൻ്റെ അടുത്ത് ഒരു മുടന്തനായ മനുഷ്യൻ ഇരിപ്പുണ്ട്. അവനെ അവരോട് എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചപ്പം പത്രോസ് പറഞ്ഞത്, വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ തുള്ളിച്ചാടിപ്പോയി. ഇത് കണ്ടു നിന്നവർക്ക് അത്ഭുതപ്പെട്ടപ്പോൾ പത്രോസിൻ്റെ പ്രസംഗത്തിൽ ഒത്തിരിയുണ്ട്. അപ്പസ്തോലന്മാർ 3-ാം അധ്യായം 1 തൊട്ട് 13 വരെ വായിച്ചാൽ പത്രോസ് എടുത്തു പറയുന്നത് പിന്നെ എന്നതാ,
അവർ സുഖപ്പെടുത്തിയെന്നല്ല. ആര് സുഖപ്പെടുത്തി? അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം സുഖപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. അവരും അത് തന്നെ എടുത്തു പറയുകയാണ്. മോശയോട് ഈജിപ്തിലേക്ക് പോയി ഫെറോയുടെ അടുക്കൽ ചെല്ലുമ്പം എന്താണ് പറയേണ്ടത് എന്ന് പറയാനായിട്ട്, നിന്നെ ആരയച്ചു എന്ന് പറയാനായിട്ട് വീണ്ടും ദൈവം പറഞ്ഞത് നമുക്ക് പുറപ്പാടിൻ്റെ 3:15 തൊട്ട് 16 ഒന്ന് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേല്യരോട് ഇങ്ങനെ പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവും അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആയ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. എൻ്റെ ശാശ്വത നാമം ഇതത്രേ. തലമുറ തലമുറയായി എന്നെ ഓർക്കേണ്ടത് ഈ നാമത്തിൽ തന്നെ. നീ ചെന്ന് ഇസ്രായേലിലെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടി അവരോട് ഇപ്രകാരം പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം തന്നെ എനിക്ക് പ്രത്യക്ഷനായി എന്നോട്, ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ കർത്താവ് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ഉടമ്പടിയുടെ ദൈവമായിട്ടാണ്. ഇസ്രായേൽ ജനവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതിൻ്റെ ഒരു വെളിപാടാണ്. അതാണ് മോശ തിരിച്ചറിയേണ്ടത്. ദൈവത്തിൻ്റെ ആഗ്രഹം മോശ തിരിച്ചറിയണം. അത് ഏത് വിധത്തിലാണ് തിരിച്ചറിയേണ്ടത്? ഒന്നാമത്തെ കാര്യം, മോശ അറിഞ്ഞിരിക്കണം, ഈ ദൈവം അവൻ്റെ ജനത്തോടുകൂടി എപ്പോഴും ഉണ്ട്. ദ ലോർഡ് ഈസ് വിത്ത് ഹിസ് പീപ്പിൾ ഓൾവേസ്. പുറപ്പാടിൻ്റെ 3:12. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. രണ്ടാമത്തെ കാര്യം മോശ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്, ദ ലോർഡ് വിൽ ഡെലിവർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഫ്രം ഈജിപ്റ്റ്. ഈജിപ്തിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുമെന്നുള്ളതാണ്. പുറപ്പാട് 3:8. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ആമേൻ. നമ്മൾ പുറപ്പാടിൻ്റെ 3:12 വായിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത് ഇനിയും വായിക്കുന്നില്ല. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ഈ ഈജിപ്തിൽ നിന്നും വിടുവിച്ചത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ആരാധനയ്ക്ക് വേണ്ടിയായിരുന്നു. ദ പേർപ്പസ് വാസ് ഫോർ വർഷിപ്പ്. അപ്പോൾ ഇന്ന് ദൈവം തൻ്റെ ഉടമ്പടി, ഇസ്രായേലിനോടുള്ള ഉടമ്പടി, മോശയിലൂടെ കൊടുത്ത ആ ഉടമ്പടി അനുസരിച്ച് ഏറ്റവും ആഗ്രഹിക്കുന്നതും ആ ഉദ്ദേശവും ഇവർ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. നമ്മൾ സങ്കീർത്തനം 91 വായിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. സങ്കീർത്തനം 91 വിശ്വാസിക്കും അവിശ്വാസിക്കും ആകപ്പാടെ ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 91. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടരെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും 91 സങ്കീർത്തനം വായിക്കാതെ കിടക്കാറില്ല. നല്ല കാര്യം. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നില്ല. സങ്കീർത്തനം 91 ദൈവത്തിൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, ദ അഷ്യൂറൻസാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള വിശ്വാസമല്ല. പണ്ടെങ്ങാണ്ട് ചരിത്ര പുരുഷനായിട്ടൊരു യേശു ജീവിച്ചു, അങ്ങനെയുള്ള വിശ്വാസമൊന്നുമല്ല. നമ്മുടെ ജീവിതം മുഴുവനും യേശുവിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് മറ്റാരെയും മറ്റൊന്നിനെയും ആശ്രയിക്കാതെ
യേശുവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതാണ് വിശ്വാസം. അങ്ങനെയുള്ള ആശ്രയമുള്ള വിശ്വാസത്തെ ഉള്ളവരോടാണ് സങ്കീർത്തനം 91 നമുക്ക് ചില വചനങ്ങളൊന്ന് വായിക്കാം. വചനങ്ങൾ 1ഉം 2ഉം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അവർ മലയാളത്തിൽ വായിക്കും. ഹീ ഹു ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഇത്രയും വായിക്കാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവരും സർവശക്തന്റെ തണലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്. മതി, ഇത്രയും മതി. അപ്പം ദൈവത്തിന് ഒരു രഹസ്യ സ്ഥലമുണ്ട്, അവൻ്റെതായ ഒരു രഹസ്യ സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാണ്? സങ്കീർത്തനം 27:5 വായിച്ചേ. അനർത്ഥ ദിവസത്തിൽ അവിടുന്ന് തൻ്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും, തൻ്റെ കൂടാരമറവിൽ എന്നെ ഒളിപ്പിക്കും, പാറമേൽ എന്നെ ഉയർത്തും. 31:20 സങ്കീർത്തനം 31:20. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢതന്ത്രങ്ങളിൽ നിന്നും വിടുവിച്ച് അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറച്ചു കൊള്ളുന്നു. അങ്ങ് അവരെ കുറ്റമാരോപിക്കുന്ന നാവുകളിൽ നിന്നും വിടുവിച്ച് അവിടുത്തെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നു. ആമേൻ. ഈ 2 വായനയിലും കാണുന്നത് ദൈവത്തിൻ്റെ ആ സീക്രട്ട് പ്ലേസ്. മലയാളത്തിൽ വരുമ്പോൾ ചിലതൊക്കെ ഉദ്ദേശിക്കുന്ന അർത്ഥം വരുന്നില്ല. ദൈവത്തിൻ്റെ ആ സീക്രട്ട് പ്ലേസ്, ദൈവത്തിൻ്റെ ആ രഹസ്യമായ സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്നത് സങ്കീർത്തനം 27-ലും 31-ലും വായിച്ചത് അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അപ്പോൾ അവനുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിലേ അവൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദോസ് ഹു ഡ്വെൽ there abide under the shadow of the Almighty. എന്ന് പറഞ്ഞാൽ അവൻ്റെ തണലിൻ കീഴിൽ ജീവിക്കുമ്പോൾ അവൻ്റെ സംരക്ഷണം, അവൻ്റെ കംഫർട്ട്, അവൻ്റെ കെയർ ഇതൊക്കെ അനുഭവിക്കും. മോശ സങ്കീർത്തനം 90:1 പറയുന്നത് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഹിസ് പീപ്പിൾ, ദ ഹാബിറ്റേഷൻ, ദ ഹോം ഓഫ് മാൻ, ദ ഷാഡോ ഓഫ് ദ ഓൾമൈറ്റി. ഇതും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. യേശുവിൻ്റെ നിഴലിൻ കീഴിൽ 91:1 അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുകയും സർവശക്തന്റെ തണലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അപ്പം അവൻ്റെ തണലിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് കർത്താവിനെ ഒന്ന് മറന്നിട്ട് 2 സ്നേഹിതന്മാർ തമ്മിൽ നോക്കാം. 2 സ്നേഹിതന്മാർ ഒന്നിച്ച് നടക്കുമ്പോൾ സൂര്യൻ അവരുടെ മേൽ അടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്നേഹിതൻ്റെ നിഴൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ സ്നേഹിതൻ്റെ നിഴലിൽ നടക്കണമെങ്കിൽ ഞാൻ അവനുമായിട്ട് ഒട്ടി നടക്കണം, ഒന്നിച്ച് നടക്കണം. ഇവിടെ ദ ഷാഡോ ഓഫ് ദ ഓൾമൈറ്റി എന്ന് പറയുമ്പോൾ അതുപോലെ കർത്താവുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധം, വളരെ അടുപ്പത്തിലൊരു ബന്ധം. വി മസ്റ്റ് വാക്ക് വെരി ക്ലോസ് ടു ജീസസ്. അവിടെയാണ് ഈ ഷാഡോ വീഴുന്നത്. അങ്ങനെയുള്ളവർക്കേ പറയാൻ പറ്റത്തുള്ളൂ ഈസ് മൈ റെഫ്യൂജ് ആൻഡ് മൈ ഫോർട്രസ്. അതാണ് നമ്മൾ വായിച്ചത്. കർത്താവിനോട് പറയും, നീ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയുമാണ്. ഈ 2ാമത്തെ വചനം, സങ്കീർത്തനം 91 2 ഷുവർലി, തീർച്ചയായിട്ടും, ഈ ഷാൽ ഡെലിവർ യു ഫ്രം ദ സ്നേർ ഓഫ് ദ ഫൗളർ. തീർച്ചയായിട്ടും, ഫൗളർ എന്ന് പറയുന്നത് പിശാചിനെ ഉദ്ദേശിച്ച. തീർച്ചയായിട്ടും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ യേശു പൈശാചികമായ എല്ലാ പദ്ധതിയിൽ നിന്നും പ്ലാനിൽ നിന്നും നിങ്ങളെ വിടുവിക്കും. ആൻഡ് ഫ്രം ദ ഡെഡ്ലി പെസ്റ്റിലൻസ്, പകർച്ചവ്യാധികൾ
ഇന്നിപ്പം എല്ലാവർക്കും അറിയാം പകർച്ചവ്യാധിയെക്കുറിച്ച്. നേരത്തെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇന്ന് ലോകം മുഴുവനും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസിയെ കേൾക്കുമായിരുന്നു. ആ ദൈവദാസി വചനവുമായിട്ട് വലിയ വലിയ പട്ടണങ്ങളിൽ മാത്രമല്ല, ആഫ്രിക്കയിലുള്ള ഒരുപാട് ഗ്രാമങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. എവിടെ ചെന്നാലും ഇന്നത്തെ പ്രശ്നം കൊറോണ വൈറസാണ്. ഇത് ലോകമെമ്പാടും പട്ടണത്തിലും ഗ്രാമത്തിലും വലിയവനിലും ചെറിയവനിലും പഠിപ്പുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവരിലേക്കും വന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യൻ ഭയത്തോടെ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, അവനോട് ഒട്ടി നിൽക്കുന്നവരെ അവൻ സംരക്ഷിക്കും മഹാമാരിയിൽ നിന്നും. ഇത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സങ്കീർത്തനം 140 1 തൊട്ട് 5 വരെ അത് വായിക്കാം. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹം ഇളക്കിവിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവെ, ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണി വെച്ചിരിക്കുന്നു. അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ എനിക്ക് കുടുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ആമേൻ. സങ്കീർത്തനം 119 110 വായിച്ചേ. 119 110. ദുഷ്ടർ എനിക്ക് കെണി വെച്ചിരിക്കുന്നു, എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ആമേൻ. നമ്മൾ ഇപ്പോഴും കേട്ടു, അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ച് യേശുവിനോട് ഒട്ടി നിൽക്കുന്നവർക്ക് ദുഷ്ടൻ എന്ത് കാണിച്ചാലും, പിശാച് എന്തൊക്കെ പ്ലാൻ ഇട്ടാലും, എന്തൊക്കെ രോഗം വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും സംരക്ഷണമുള്ളത്. ഇത് 2 പ്രാവശ്യം വീണ്ടും നമ്മൾ സങ്കീർത്തനം 91 14 തൊട്ട് 16 വരെ വായിച്ചാൽ കാണാം. ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറയാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സങ്കീർത്തനം 91 ഇഷ്ടപ്പെടുന്നവരോട് പറയുകയാണ്, ഇത് വെറുതെ വായിച്ചുകൊണ്ടൊന്നും കിട്ടുകയില്ല, അങ്ങനെ ഒരു മാജിക്കൊന്നും അല്ലിത്. ഇത് ജീവിതത്തിൽ പകർത്തണം. എന്താണ് ഇവിടെ പറയുന്നത്? 91 14 തൊട്ട് 16 വരെ, ബിക്കോസ് യു മെയ്ഡ് ദ ലോർഡ് യുവർ റെഫ്യൂജ്, അല്ലെങ്കിൽ ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. ഒന്ന് വായിച്ചേ, സങ്കീർത്തനം 91 14 തൊട്ട് 16 വരെ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, അതൊക്കെ മലയാളം വളരെ ഒത്തിട്ടുണ്ട്. സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട്, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ 91 സങ്കീർത്തനം എല്ലാ ദിവസവും രാത്രി വായിക്കുന്നതല്ലതാണ്. പക്ഷേ വായിച്ചുകൊണ്ട് കാര്യമില്ല. ഇന്നതൊക്കെ നീ ചെയ്യുന്നത് കൊണ്ട്, നിൻ്റെ ജീവിതത്തിൽ നീ ഇന്നതൊക്കെ ചെയ്യണം. എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നു. അവൻ്റെ സ്നേഹം മുഴുവൻ എന്നിലേക്കാണ്. എൻ്റെ വചനമനുസരിച്ചാണ് അവൻ ജീവിക്കുന്നത്, പാരമ്പര്യം അനുസരിച്ചല്ല. അതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും, അവനെ രക്ഷിക്കും, അവനെ വിടുവിക്കും. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവൻ്റെ കൂടെ നടക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ
1 മണിക്കൂറെങ്കിലും ഞാനും യേശുവും കൂടെ ഒന്നിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരും ഇല്ലാതെ ഞാൻ തന്നെ ഇരുന്ന് എൻ്റെ കർത്താവും ഞാനുമായിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് സമയം ചെലവഴിക്കണം. അവനെ സ്തുതിക്കാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും അവൻ്റെ സ്വരം കേൾക്കാനും അവൻ്റെ വചനം വായിക്കാനും അതിനൊക്കെ സമയം കണ്ടെത്തണം. അത് മാത്രമല്ല, അവൻ നിങ്ങളെ ആക്കിയിരിക്കുന്ന ഒരു സഭയിൽ, മറ്റ് വിശ്വാസികളുമായിട്ടൊരു കൂട്ടായ്മയിൽ എല്ലാവരോടും സ്നേഹിച്ചും എല്ലാവരോടും വിധേയപ്പെട്ടും, പ്രത്യേകിച്ച് നിങ്ങളെ നയിക്കുന്ന പാസ്റ്ററോട് വിധേയപ്പെട്ടും ഒക്കെ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവർ ഇതൊക്കെ സംഭവിക്കുക. ഇതൊക്കെ ചെയ്യാതെ വെറുതെ 91 സങ്കീർത്തനം വായിച്ചുകൊണ്ട് ഇത് മാജിക്കൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. അപ്പം നമുക്ക് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുക? ഹൗ ടു ബിക്കം ഗോഡ്സ് ഓൺ പ്രഷ്യസ് പീപ്പിൾ. ഒന്നാമത്തെ കാര്യം അപ്പസ്തലന്മാർ 16:31 വായിച്ചാൽ കാണാം. ഒന്ന് വായിച്ചേ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും, നീയും നിന്റെ കുടുംബവും തന്നെ രക്ഷ പ്രാപിക്കും എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ബുദ്ധി കൊണ്ടല്ല, ആശ്രയിക്കുന്ന വിശ്വാസം. ഒന്നിനും ആശ്രയിക്കാതെ യേശുവിൽ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വിശ്വാസം എനിക്കെങ്ങനെ കിട്ടും? 2 കൊരിന്ത്യൻസ് 5:17. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ആമേൻ. റോമ 10:17 വായിച്ചേ. വിശ്വാസം ദൈവിക സന്ദേശത്തിൻ്റെ കേൾവിയാലും കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്താലും ഉണ്ടാകുന്നു. വിശ്വാസം വരണമെങ്കിൽ കേൾവി വരണം. ദൈവത്തിൻ്റെ വചനം കേട്ടിരിക്കണം. ആര് പ്രസംഗിക്കുന്നതാ? ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ അഭിഷക്തനിലൂടെ കർത്താവ് സംസാരിക്കുമ്പം അത് കേട്ടിരിക്കണം. കേട്ടാൽ മാത്രം പോരാ, അത് സ്വീകരിക്കണം. സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് ജീവിച്ചിരിക്കണം. അങ്ങനെയാണ് വിശ്വാസം വരിക. അങ്ങനെ ഒരു വിശ്വാസം വന്നാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ യേശുക്രിസ്തുവുമായിട്ട് ഒട്ടി നിൽക്കും. മൂന്നാമത്തെ കാര്യമാണ്, യേശുവുമായിട്ട് ഒട്ടി നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരും. യേശു കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ളൂ. യേശു കഴിഞ്ഞിട്ട് എല്ലാ കാര്യമുള്ളൂ. എനിക്ക് ജോലി ഉണ്ടായിരിക്കാം, കൃഷി ഉണ്ടായിരിക്കാം, ബിസിനസ് ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ട്, എല്ലാം ആവശ്യമാണ്. പക്ഷേ ആദ്യം യേശുവിനെ കൊടുക്കേണ്ട ആ സ്നേഹവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രം. നാലാമതായിട്ട് ഇതൊരു അനുഭവ തലത്തിലുള്ള ഒരു വിശ്വാസമായിരിക്കണം. അനുഭവിക്കണം, വെറുതെ ബുദ്ധിപരമായ ഒരിതല്ല. യോഹന്നാൻ 17:3 വായിച്ചേ. യോഹന്നാൻ 17:3. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയുക, അവനെ പറ്റി അറിയാനല്ല, അവനെപ്പറ്റി എല്ലാവർക്കും അറിയാം. വിശ്വാസിക്കും അറിയാം, വിശ്വാസമില്ലാത്തവർക്കും അറിയാം, അതുമല്ല പിശാചിനും അറിയാം. ഇത് അറിവെന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻഷ്യൽ നോളജാണ്. യേശുവുമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പറയുന്നത് കണ്ടിരിക്കും. എല്ലാവരുമായിട്ടും യേശുവുമായിട്ട് ബന്ധമുണ്ടോ? എൻ്റെ കുടുംബത്തിലും എൻ്റെ സഭയിലും ഉള്ളവരും ഒക്കെ ആയിട്ടും ഒരു നല്ല സ്നേഹബന്ധം ഉണ്ടായിരിക്കും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനും കോലു വെക്കാനും കുറ്റം പറയാനും വിമർശിക്കാനും അല്ല. നമ്മൾ സഭയിൽ വരുന്നത് യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാനും മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമാണ്. അടുത്തത് അതും കഴിഞ്ഞിട്ട് നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറ്റും. നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെയും വിമർശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കും. ഇതൊന്നും നിയമമല്ല,
സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അപ്പോഴാണ് നമ്മൾ യേശുവിനെ പോലെയാകുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടു വചനത്തിൽ നിന്ന്, യേശുക്രിസ്തു നിങ്ങളിൽ രൂപാന്തരപ്പെടുന്നത് വരെ ഞാനൊരു പ്രസവം അനുഭവിക്കുക. അപ്പോൾ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, ഞായറാഴ്ച തോറും സഭയിൽ പോകുന്നുണ്ട്, വചനം പ്രസംഗിക്കുന്നുണ്ടൊക്കെ നല്ല കാര്യം. പക്ഷേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, വിമർശിക്കുക, അവരെ കണ്ടുകൂടാ, യേശുവിൻ്റെ ഒരു സ്വഭാവം ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അങ്ങനെയൊരു യേശുവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെതായ ഒരു സന്തോഷം, ഒരു സമാധാനം എന്നിൽ കാണുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു കൊടുക്കും. എല്ലാവരുമായിട്ട് ഒരു ഐക്യം കാണും, യൂണിറ്റി. യേശുവിൻ്റെ പ്രത്യേകമായ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ. പഴയ നിയമത്തിൽ മോശയുടേതും പുതിയ നിയമത്തിൽ യേശുവിൻ്റെ എടുത്തു പറയേണ്ട ഒരു സ്വഭാവമാണ് എളിമ. എളിമ. നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ, ഞാൻ ശാന്തശീലനും എളിമയുള്ളവനുമാണ്. ഇന്ന് വലിയ വലിയ ആത്മീയർക്കും ഇല്ലാത്ത കാര്യമാണ് എളിമയില്ല, വിധേയത്വമില്ല. ഇതൊക്കെ യേശുവുമായിട്ട് ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്നവർക്ക് കാണേണ്ട കാര്യമാണ്. അടുത്തത് യേശു ചെയ്ത് അതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. യേശു എന്നാ ചെയ്തത്? ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, പിശാചിനെ പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ ഈ സംരക്ഷണമൊക്കെ ഉണ്ട്. പൗലോസ് ഒരു കാലത്ത് സഭയെ പീഡിപ്പിച്ചവനാണ്. സഭയിലുള്ളവരെയൊക്കെ പിടിച്ച് ജയിലിലടക്കുകയും ചിലരുടെയൊക്കെ മരണത്തിന് കാരണമാക്കിയവനുമാണ്. എന്നാൽ കർത്താവ് അവനെ രക്ഷിച്ചപ്പോൾ അവന് കൊടുത്ത ദൗത്യം എന്നതാണ്? എന്തുമാത്രം സ്ഥലത്ത് പോയി വചനം പ്രസംഗിച്ചു. അങ്ങനെ ഒരിക്കൽ വചനം പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു കപ്പൽ അപകടം ഉണ്ടായി. കപ്പലപകടം ഉണ്ടായപ്പം എല്ലാവരും കപ്പലിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് കളയാൻ നോക്കി. അവർ പേടിച്ചു പോയി. പൗലോസ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. പഴയ നിയമത്തിൽ ഡാനിയേൽ കൊണ്ട് സിംഹക്കൂട്ടിലിട്ടു. ആ ഡാനിയേലിനെ കർത്താവ് എങ്ങനെ സംരക്ഷിച്ചു? ഡാനിയേലിൻ്റെ 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ആ, സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. സിംഹം കൂട്ടിക്കൊണ്ട് ഇട്ടിരിക്കുക. സിംഹം കീറി അവനെ കൊല്ലണ്ട സിംഹങ്ങളാ. പക്ഷേ കർത്താവ് ആ സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പരിപൂർണ സംരക്ഷണം, എല്ലാവിധമായ അനുഗ്രഹങ്ങൾ, ഇതാണ് നമ്മൾ അനുഭവിക്കേണ്ടതും ജീവിക്കേണ്ടതും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നൽകട്ടെ എന്ന് പൂർണ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും എല്ലാവരിലും ഉണ്ടായിക്കട്ടെ. എന്നെ ശുദ്ധീകരിക്കും രക്തം, നിത്യജീവൻ നൽകുന്ന രക്തം. എന്നെ ശുദ്ധീകരിക്കും രക്തം, നിത്യജീവൻ നൽകുന്ന രക്തം. എൻ പാപത്തിൻ ശാപം നീക്കാം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. എൻ പാപത്തിൻ ശാപം നീക്കാം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കഴുകുന്നു. ഹിമം പോൽ കഴുകിയിടുന്നു രക്തത്താൽ എന്നെ
ക്ഷമിക്കും രക്തം, മുന്നിൽ പാത തുറക്കും രക്തം, എന്നെ ശുദ്ധീകരിക്കും രക്തം, മുന്നിൽ പാത തുറക്കും രക്തം, മഹാജയത്തിൻ ഘോഷം നൽകാം, ദാനമായി തന്ന രക്തം, മഹാജയത്തിൻ ഘോഷം നൽകാം, ദാനമായി തന്ന രക്തം നൽകുന്നു. സാക്ഷ്യത്തിൻ ശക്തിയെന്നും കൃപയാ എന്നേശു ദൈവപ്രസാദയാഗം, എന്നേശു ദൈവപ്രസാദയാഗം, സർവപാപം ക്ഷമിക്കും രക്തം, എന്നെ പാവനനാക്കിയിടുന്നു, സർവപാപം ക്ഷമിക്കും രക്തം, എന്നെ പാവനനാക്കിയിടുന്നു, മരക്രൂശിന്മേലെൻ പേർക്കിതാ ദൈവകുഞ്ഞാടിൻ രക്തം, മരക്രൂശിന്മേലെൻ പേർക്കിതാ ദൈവകുഞ്ഞാടിൻ രക്തം, എന്നെന്നും ശത്രുവിന്മേൽ ജയമേകിടും നിശ്ചയം, എന്നേശു ദൈവപ്രസാദയാഗം, എന്നേശു ദൈവപ്രസാദയാഗം. It's your blood that cleanses me, it's your blood that gives me life, it's your blood that paid that price in redeeming sacrifice, washes me whiter than the snow, than the snow. My Jesus, God's precious sacrifice. My Jesus, God's precious sacrifice. It's your love that sets me free, it's your love that gives me hope, it's your love that took my place in redeeming sacrifice, washes me whiter than the snow, than the snow. My Jesus, God's precious sacrifice.
precious sacrifice. എന്നെ ശുദ്ധീകരിക്കും രക്തം, നിത്യജീവൻ നൽകുന്ന രക്തം. എന്നെ ശുദ്ധീകരിക്കും രക്തം, നിത്യജീവൻ നൽകുന്ന രക്തം. എൻ പാപത്തിൻ ശാപം നീക്കാം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. എൻ പാപത്തിൻ ശാപം നീക്കാം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കഴുകുന്നു. ഹീമമ്പോൾ കഴുകിടുന്നു രക്തത്താൽ എന്നേശു ദൈവപ്രസാദയാഗം. എന്നേശു ദൈവപ്രസാദയാഗം. എന്നേശു ദൈവപ്രസാദ